الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت الحليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, കിതാബുകളിൽ ബർസീസ എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം കാണാം. ബർസീസ എന്ന് പറയുന്ന മഹാൻ നൂറ്റാണ്ടുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. മുഴുവൻ സമയവും നിസ്കരിക്കുന്ന ആളാണ്. അതേ ജനങ്ങളില്ലാത്ത, ശ്രദ്ധ വിട്ടു പോകാത്ത, മുഴുവൻ സമയവും അല്ലാഹുവിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് വിജനമായ സ്ഥലം തിരഞ്ഞെടുത്ത് നൂറ്റാണ്ടുകൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്ത മഹാനാണ് ബർസീസ. ആ മഹാനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇബ്ലീസിനെ ആ മഹാനെ ഒന്ന് പിഴപ്പിക്കണം എന്ന് തോന്നുകയാണ്. ഇബ്ലീസിനെ ആ മഹാനെ ഒന്ന് പിഴപ്പിക്കണം എന്ന് തോന്നുകയാണ്. അതാ ഇബ്ലീസ് അതാ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു ശൈഖിന്റെ രൂപത്തിൽ അതാ നിസ്കരിക്കുന്ന ബർസീസയുടെ അരികത്ത് ചെല്ലുന്നു. ബർസീസയുടെ തൊട്ടപ്പുറത്ത് മുസല്ല വിരിക്കുന്നു. അവിടെ നിന്ന് നിസ്കാരം അങ്ങ് തുടങ്ങുന്നു. ഇബ്ലീസ് ബർസീസയെ പിഴപ്പിക്കുകയാണ്. ഇബ്ലീസ് ബർസീസയെ പിഴപ്പിക്കുകയാണ്. ബർസീസ ഒരു ഭാഗത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ ഇബ്ലീസ് തൊട്ടപ്പുറത്ത് നിന്ന് അതിനേക്കാൾ വലിയ നിസ്കാരം അങ്ങ് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മാത്രമേ ഇബാദത്ത് മാറ്റിവെച്ച ബർസീസ എന്ന് പറയുന്ന മഹാൻ, ആ മഹാൻ മുഴുവൻ സമയവും നിസ്കരിക്കുന്നുണ്ട്, മുഴുവൻ സമയവും ഇബാദത്തിലാണ്. പക്ഷേ വയറിന്റെ ഉള്ളിൽ നിന്ന് വിശപ്പിന്റെ വിളിയാളം വരുമ്പോൾ നിസ്കാരം അവിടെ നിന്ന് നിർത്തിവെക്കുന്നു. അവിടെ നിന്ന് നിസ്കാരം മാറ്റിവെക്കുന്നു. നിസ്കാരം മാറ്റിവെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു.
വെള്ളം കുടിക്കുന്നു. അതേപോലെ ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങളാണല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടുന്ന് ഇബാദത്ത് നിർത്തിവെക്കുന്നുണ്ട്. എന്നാൽ നിസ്കാര ദിവസങ്ങളോളം ആരാധിച്ചപ്പോൾ ബർസീസ് ശ്രദ്ധിക്കുകയാണ്. നേരെ അപ്പുറത്ത് ശൈഖിന്റെ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ആ ഇബ്ലീസ് മുഴുവൻ സമയവും നിസ്കാരത്തിലാണ്, എല്ലാ സമയത്തും ഇബാദത്തിലാണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിർത്തുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, മറ്റു ഒരു ഇബാദത്തിന് വേണ്ടിയിട്ടും നിർത്തുന്നില്ല. ഒരു ഇബാദത്തിന് ഒരു കാര്യത്തിനും വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇബാദത്ത് നിർത്തുന്നില്ല. എല്ലാ സമയത്തും അവിടുന്ന് ആരാധിക്കുന്നു. ഇത് കണ്ടപ്പോൾ ബർസീസയ്ക്ക് വല്ലാത്ത കൗതുകം തോന്നുകയാണ്. കൗതുകം തോന്നുകയാണ്. എന്തേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇബാദത്ത് നിർത്തിവെക്കുന്നു, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇബാദത്ത് നിർത്തിവെക്കുന്നു, ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് ഞാൻ നിസ്കാരം മാറ്റിവെക്കുന്നു. എന്നാൽ ഈ കാണുന്ന മഹാൻ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് പോലും ഇബാദത്ത് മാറ്റിവെക്കുന്നില്ല. ഇതെന്തൊരു മഹാനാണ്, ഇത് എന്തൊരു മഹാനാണ്. ആ രൂപത്തിൽ മഹാനവറുകൾ ശൈഖിന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസിന്റെ അരികത്ത് ചെല്ലുന്നു. മഹാനായ ബർസീസ് ഇബ്ലീസിന്റെ അരികത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാൻ, അങ്ങ് കുറെ ദിവസമായല്ലോ ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങ് കുറെ ദിവസമായല്ലോ വെള്ളം കുടിച്ചിട്ട്, അങ്ങ് മുഴുവൻ സമയവും വിവാദത്തിലാണല്ലോ, മുഴുവൻ സമയവും വിവാദത്ത് ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഇബ്ലീസിനോട് ചോദിക്കുകയാണല്ലോ മഹാൻ, എനിക്കും ഒരുപാട് അങ്ങേ പോലെ ഇബാദത്ത് ചെയ്യാൻ എനിക്കും ആശയുണ്ട്, അതൊന്ന് പറഞ്ഞു തരുമോ, ആ രഹസ്യമൊന്ന് വെളിവാക്കി തരുമോ? അവിടുന്ന് ഇബ്ലീസ് പറയുകയാണോ, ബർസീസാ, ഞാനും നിങ്ങളെ പോലെ ആയിരുന്നു മുമ്പ്. അതേ, ഭക്ഷണം കഴിക്കണമായിരുന്നു, വെള്ളം കുടിക്കണമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വലിയ മർത്തബയിലെത്താൻ കാരണം എന്താണെന്നറിയുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിരുന്നു. ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയപ്പോൾ, അള്ളാഹു എനിക്ക് തന്ന വലിയ പവറാണ് കേട്ടോ, അള്ളാഹു എനിക്ക് തന്ന വലിയ സ്ഥാനമാണ് കേട്ടോ. അതിനുശേഷം ഇബാദത്തെടുക്കുമ്പോൾ അതേ വിശപ്പ് എനിക്കൊരു തടസ്സമല്ല, അതേപോലെ ദാഹം എനിക്കൊരു തടസ്സമല്ല. നിങ്ങൾക്കും എന്നെ പോലെയാകണോ, നിങ്ങളും ഒരു തെറ്റ് ചെയ്തോളൂ. ഇബ്ലീസിന്റെ ഉപദേശം അങ്ങ് കേൾക്കുകയാണ്. ഇബ്ലീസിന്റെ ഉപദേശമാണ്, നിങ്ങളും ഒരു തെറ്റങ്ങ് ചെയ്തോളൂ, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ തൗബ ചെയ്താൽ നിങ്ങൾക്കും ആ വലിയ പവർ കിട്ടുമെന്ന് ബർസീസയോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത്? ബർസീസ് ചോദിക്കുകയാണ് ഇബ്ലീസിനോട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അതാ അവിടുന്ന് ഇബ്ലീസ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളൊന്ന് വ്യഭിചരിച്ചാൽ മതി. ബർസീസ് അങ്ങ് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണിനെ വ്യഭിചരിക്കുകയോ അത് വലിയ തെറ്റാണല്ലോ, അത് എനിക്ക് കഴിയില്ല.
കാരണം പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷാ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പോലും പാടില്ല, കാരണം അത് വളരെ മോശമായ പ്രവൃത്തിയാകുന്നു. അതുകൊണ്ട് എനിക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. മഹാനായ ബർസീസി അങ്ങ് ചോദിക്കുകയാണ്, പിന്നെ ഏത് തെറ്റാണ് ഞാൻ ചെയ്യേണ്ടത്? അതിനേക്കാളും ചെറിയ തെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാ നീ ഒരു മനുഷ്യനെ വ്യഭിചരിക്കേണ്ട, ഒരു മനുഷ്യനെ നീ വ്യഭിചരിക്കേണ്ട. എന്നാൽ ഒരു മനുഷ്യനെ നിനക്ക് കൊല ചെയ്യാൻ കഴിയുമോ? ഒരാളെ കൊന്നാൽ മതി. അത് കേട്ടപ്പോൾ ബർസീസി അങ്ങ് പേടിച്ചു പോവുകയാണ്. ഒരു മനുഷ്യനെ കൊല ചെയ്യുകയോ? അതും എനിക്ക് കഴിയൂല. ഇതിനേക്കാളും ചെറിയ തെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇബ്ലീസ് പറയുകയാണ്, എന്നാൽ നിങ്ങളൊരാളെയും വ്യഭിചരിക്കേണ്ട, നിങ്ങളൊരു കൊലയും ചെയ്യേണ്ട, നിങ്ങളൊരൽപ്പം മദ്യം കഴിച്ചോളൂ, ഒരൽപ്പം മദ്യം കുടിച്ചാൽ മതി. ഇത് കേട്ടപ്പോൾ ബർസീസിയും ചിന്തിക്കുകയാണ്, വ്യഭിചാരം പോലെ വലിയ കുറ്റമല്ലല്ലോ, കൊലപാതകം ചെയ്യുന്നത് പോലെ വലിയ അപരാധമല്ലല്ലോ, അല്പം കള്ളു കുടിക്കുന്നത്. ആ ബർസീസി അങ്ങ് സമ്മതിക്കുകയാണ്. അവിടുന്ന് എനിക്ക് കള്ള് കിട്ടി, എവിടുന്നാണ് എനിക്ക് കള്ള് കിട്ടുക എന്ന് ഇബ്ലീസിനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്ലീസ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, ഷെയ്ഖിന്റെ രൂപത്തിലുള്ള ഇബ്ലീസ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു ഷോപ്പുണ്ട്, കള്ളിന്റെ ഷാപ്പുണ്ട്, അവിടെ വെച്ച് നിങ്ങൾക്ക് കള്ള് ലഭിക്കുന്നതാണ്. അങ്ങനെ അതാ ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ബർസീസി ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാ കള്ള് ഷാപ്പിലേക്ക് ബർസീസി എത്തുന്നു. കള്ള് ഷാപ്പിലേക്ക് ബർസീസി എത്തുന്നു. അവിടുന്ന് ഒരു ഗ്ലാസ് കള്ള് വാങ്ങി കുടിക്കുന്നു. ഒരു ഗ്ലാസ് കള്ള് മേടിച്ചങ്ങ് കുടിക്കുമ്പോൾ ആ കള്ള് വയറ്റിലങ്ങ് എത്തിയപ്പോൾ ബർസീസിയുടെ ബുദ്ധി അങ്ങ് നീങ്ങിപ്പോവുകയാണ്. ബർസീസ മസ്ത് പിടിച്ച ഒരു മനസ്സോടെ ബർസീസി അതാ ഷോപ്പിൽ ഇങ്ങനെ നോക്കുകയാണ്. അവിടെ കള്ളൊഴിച്ചു കൊടുക്കുന്നത് പെണ്ണാണ്, നല്ല സുന്ദരിയായ ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ അതാ ബർസീസി അങ്ങ് കയറി പിടിക്കുന്നു, അവളെ അങ്ങ് വ്യഭിചരിക്കുന്നു. അവളുമായി ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവ് അങ്ങ് കയറി വരുന്നതാ ബർസീസയെ കൈയോടെ അങ്ങ് പിടിക്കുകയാണ്. ബർസീസ ഭർത്താവുമായിട്ട് പൊരുതുന്നു. അവസാനം ഭർത്താവിനെ അങ്ങ് കൊല ചെയ്യുന്നു.